രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞു. ഇന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുമോ, അതോ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഇതൊരു പുതുമയാണ്. ഇപ്പം ബി ജെ പിയിൽ കുമ്മൻ രാജശേഖരനൊക്കെ മുമ്പ് പ്രസിഡന്റ് ആയിട്ടാണ്. പക്ഷെ കുമ്മൻ രാജ സംഘത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കാലമായിട്ട് 10-60 വർഷമായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ്. അപ്പം ബി ജെ പിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരാൾ വന്ന് പെട്ടെന്ന് മെമ്പറാകുമ്പോൾ അവിടെ അത് സംഘത്തിനെ പറ്റി അറിയുന്ന ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം മണ്ടന്മാര് ചോദ്യം ചെയ്തിട്ടുണ്ട്, അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇത് അതുപോലല്ല. രാജീവ് ബേസിക്കലി ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. അപ്പം അന്ന് സുഗ്രാം അദ്ദേഹത്തിൻ്റെ BPL മൊബൈൽ കമ്പനി തുടങ്ങുന്ന സമയത്ത് സുഗ്രാം ഇദ്ദേഹത്തിനോട് വലിയ ഈ കൈക്കൂലി ചോദിച്ചു. ആ സമയം തൊട്ടാണ് ഇദ്ദേഹം പൊളിറ്റിക്സിനെ പറ്റി ആലോചിച്ചു തുടങ്ങിയത്. പിന്നെ BPL കമ്പനി അദ്ദേഹം നല്ല ലാഭത്തിൽ വിറ്റു. ഇൻവെസ്റ്ററായി സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് ഒരു 67 മോഡൽ ബൈക്ക് മറ്റോ കയ്യിലുണ്ട്. അതാണ് അങ്ങനെയുടെ ആകെപ്പാടുള്ള സമ്പാദ്യം. ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ അന്ന് BJP കുമാരസ്വാമി ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. ഒരു രാജ്യസഭാ സീറ്റ് പോയിക്കൊണ്ട് അത് BJPയുടെ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടുമെന്ന്, BJPയുടെ വോട്ട് കൊടുക്കാൻ BJPയുടെ നേതാക്കന്മാരെ തോന്നുന്നു. എനിക്കത് സന്തോഷമാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ VL സന്തോഷം തോന്നുന്നു. മറ്റേ വോട്ട് കൂടി ഉറപ്പിക്കണം. അങ്ങനെ അദ്ദേഹം അത് ഇദ്ദേഹത്തെ ബിസിനസ് പാർട്ട്ണർ ആരോ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഗൗഡേനൊക്കെ പോയി കാണുന്നു. ദേവഗൗഡനൊക്കെ പോയി കാണുന്നു. അത് ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം രാജ്യസഭയിൽ. അപ്പോൾ അന്ന് ഞാൻ ഡൽഹി പഠിക്കുന്ന സമയം എൻ്റെ ഒരു പ്രൊഫസർ അവിടുത്തെ വലിയ നാടകകൃത്താണ്, കർണാടകയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പറ്റി അറിയുന്നത്. HS ശിവപ്രകാശ് എന്ന് പറഞ്ഞിട്ട്, ശിവപ്രസാദ് അവിടുത്തെ വലിയ നാടകകൃത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് വന്ന് നിങ്ങളുടെ നാട്ടിലൊരു ആളാണല്ലോ ഞങ്ങൾ അവിടെ നിന്ന് രാജ്യസഭാ സീറ്റൊക്കെ വിലക്ക് മേടിച്ച് പോയത്. ഞാൻ വന്ന് ആര്? രാജീവ് ചന്ദ്രൻ. ഞാൻ എഴുതുന്ന നാട്ടേന്നാ നമ്പ്യാരെ നമുക്കറിയാം, പക്ഷേ തൃശ്ശൂരുകാരനെന്നോ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ MP സ്ഥാനൊക്കെ വിലക്കെടുത്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതോടുകൂടിയൊക്കെ തീരും. പക്ഷേ ഇങ്ങനെ രണ്ടാമത്തെ ടൈമും വരുന്നു. അത് കഴിഞ്ഞ് മോഡി വന്നപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. എന്നിട്ട് ഈ സത്യത്തിൽ മോഡി മുമ്പ് ഈ രാജ്യസഭാ മെമ്പറായിരുന്ന സമയത്ത് ഇയാൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. മോഡി അന്ന് എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മോഡിയെ ഗുജറാത്തിലേക്ക് വിളിച്ച് മുഖ്യമന്ത്രി സമയത്ത് ഇദ്ദേഹത്തായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെ മോഡിയായിട്ട് റാപ്പോച്ച് ഉണ്ടാവുന്നു. ഇതേ സമയം തന്നെ RSSുമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ എയർഫോഴ്സും മറ്റേ എയർഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഇത് നാഷണൽ ഒരു ടെമ്പോളൊരു കുടുംബമാണ്. സവായിട്ടും സംഘമായിട്ട് ഒരു കണക്ഷനുണ്ട്. പിന്നെ KPP നമ്പ്യാരുടെ മോളല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹമാണ് ആ കമ്പനി തകർത്തെന്ന് പറയുന്നത് വെറുതെയാണ്. അദ്ദേഹം തുടങ്ങി വെച്ചത് ഈ മൊബൈൽ കമ്പനിയാണ്. അദ്ദേഹം അതാണ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളൂ. അല്ലാതെ ആ കമ്പനി അവരുടെ കൈവേട് കൊണ്ടാണ്. ഇങ്ങനെ BJP ആയതുകൊണ്ട് ഇവിടെ കൊള്ളാവുന്ന ആളുകൾ അംഗീകരിക്കാൻ മലയാളിക്ക് ഒരു പാടാണ്. വൺസ് അംഗീകരിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ഭയങ്കര സ്വീകാര്യനായല്ലേ. എന്തൊക്കെ പിണറായി വിജയൻ എന്തുമാത്രം ആ ചോദ്യമാണ് ഉയരുന്നത്. രാജീവ് ചന്ദ്രശേഖറും അങ്ങനെ ഒരു സ്വീകാര്യതയിലേക്ക് എത്തും. അതന്നെ, അത് പിണറായി എന്തുമാത്രം ബോധപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ക്യാപ്റ്റൻ അല്ലേ പിണറായി. അതാണ് മലയാളിയുടെ ഒരു സ്വഭാവം. മമ്മൂക്കാനെ ഇഷ്ടമായിരുന്നു. മമ്മൂക്കാനെ നടത്ത ശരിയില്ല, കാല് ശരിയില്ല. മോഹൻലാലിൻ്റെ പിന്നെ ചരിവ് പ്രശ്നമാണ്. ബലൂണ് പോലത്തെ മുഖമാണ്. പൃഥ്വിരാജിന് അഹങ്കാരമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ ആദ്യം വലിയ കേൾക്കാതെ ടോവിനോ തോമസിനെ പറ്റി മാത്രമാണ്. ടോവിനെ പറ്റി വലിയൊന്നും കേട്ടില്ല. ഉണ്ണി മുകുന്ദൻ അഹങ്കാരിയാണ്. അങ്ങനെ മലയാളിയുടെ ഒരു ബേസിക് രീതിയാണ്. പിന്നെ അങ്ങ് അംഗീകരിക്കും. അപ്പം രാജീവ് ഇവിടെ വരുന്ന സമയത്ത് രാജീവിനെ പറ്റിയിട്ടുള്ള ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് അങ്ങനെ കേരളത്തിൽ അങ്ങനെ മാറ്റം കൊണ്ടുവരും. കാരണം അത്ര എളുപ്പമല്ല. കേരളത്തിൽ എല്ലാ പാർട്ടികൾക്കും CPMൻ്റെ സ്വഭാവമാണ്. താഴെ തട്ടുന്ന ഉയർന്നു വരണം. പിന്നെ കോൺഗ്രസ്സാണ് ശശി തരൂരിനെ ഒരു ഉണ്ണികൃഷ്ണനെയൊക്കെ കൊണ്ടുവന്നത്. ഇങ്ങനെ കോൺഗ്രസ് കൊണ്ടുവന്നവരൊക്കെ കോൺഗ്രസിന് ഭാരമായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ഭാരമായിട്ടുണ്ട്. ശശി തരൂർ ഇപ്പം ഭാരമായിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയതൊക്കെ എല്ലാവരും കോൺഗ്രസിന് ഭാരമായിട്ടുണ്ട്. CPMന് കിട്ടിയിട്ടുണ്ട്. മനോജ്, ഒരുപാട് ആളുകൾ, കാരാട്ട് റസാക്ക്, മറ്റേ അൻവറിൻ്റെ എനിക്ക് വലിയ ഉറപ്പില്ല. നാടകമാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇതിപ്പോൾ BJP കൊണ്ടുവന്നതിന് BJP ഉദ്ദേശം വെക്കുന്നത് കേരള ന്യൂജൻ ആണ്. ന്യൂജൻ പൊളിറ്റിക്സ് കേരളത്തിലെ നിലവിലെ പൊളിറ്റിക്സിനെ മൊത്തം മാറ്റിക്കൊണ്ട് പുതിയ തരം പൊളിറ്റിക്സ് കൊണ്ടുവരാനാണ്
BJP ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്സ് കിട്ടുമ്പോൾ മാത്രമേ കേരളത്തിന് പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നിലവിലുള്ള ഈ സോക്കോൾഡ് കേരള മോഡലിനെ പൊളിക്കാൻ പറ്റിയത്. കേരള മോഡലിനെ പൊളിക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. കേരള മോഡലിനെ പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് BJP മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പോലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നയം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അത് അതിൻ്റെതായ കോട്ടങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. കോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പറയുന്ന സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം തകരും. സൗജന്യ വിദ്യാഭ്യാസം, ആരോഗ്യം, അതൊന്നും BJPക്ക് ആ രീതി വലിയ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. എല്ലാം പ്രൈവറ്റ് സെക്ടറിനെ ഏൽപ്പിക്കാന്നുണ്ട്. അവിടെ ഒരു ഭൂമി പ്രൈവറ്റ് സെക്ടർ ഉണ്ട് എന്നുള്ള കാര്യം വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഈ അക്രമ രാഷ്ട്രീയം, മസിൽ പവർ, രാജീവ് ചന്ദ്രശേഖരൻ ഒന്നും ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. ഈ അക്രമ രാഷ്ട്രീയം അതും ഇടതുപക്ഷത്ത് CPM-നെ കണ്ടുപിടി. ഇവിടെ കേരളത്തിൽ മൊത്തം കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒരു മോഡലാക്കുന്നത് CPM-നെയാണ്. അപ്പോൾ അത് ഇല്ലാതാക്കുക. എന്നിട്ട് കുറച്ചും കൂടി കേരളം ഈ സൗതേൺ സ്റ്റേറ്റുകൾ സത്യത്തിൽ ആന്ധ്ര കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഒരു നാഷണൽ പെർസ്പെക്റ്റീവ് ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോൾ അവരുടെ പേര് വൈരമുത്തു ഇങ്ങനെയൊക്കെ തന്നെയാണ്. വൈരമുത്തു ഇങ്ങനെയുള്ള തമിഴ് പേരുകളാണ്. വെട്രിമാർ. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പേരുകൾ ഇപ്പം കോരൻ, ചാത്ത, ഇതൊക്കെയാണ് മലയാളി പേരുകൾ. പാറു, ഇതൊക്കെയാണ് കേളൻ. ഇതൊന്നും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നേ ഇല്ല. ആർക്കും പിള്ളേർക്കും അങ്ങനത്തെ പേരിടുന്നില്ല. അപ്പോൾ കൂടുതലൊരു ദേശീയ മുഖ്യധാരയുമായി ചേർന്ന് ഇപ്പം ദളിത് ബുദ്ധിജീവികൾ പോലും അവരുടെ മക്കൾ എന്ന പേര് മൈത്രി അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. മനസ്സിലായി? അപ്പം ഈ ഒരു ദളിത് ബുദ്ധിജീവിനെ എനിക്കറിയാം. മകളെ വെജായിട്ട് വളർത്തി ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ച് ഒരു സവർണ പേരുവിട്ടെ. എന്തിനതൊക്കെ ചെയ്യുന്നു? നിങ്ങൾ വലിയ ദളിത് ബുദ്ധിജീവിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കേരള സൊസൈറ്റിയിൽ കുറച്ചും കൂടി രാജ്യവുമായിട്ട് അല്ലെ കേന്ദ്ര ഗവൺമെൻറ് പോളിസിയുമായിട്ട് കേരളത്തെ നേരെ അടുപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് രാജീവ് എന്നുള്ളത്. അതിൽ രാജീവ് ജയിക്കുക എന്നുള്ളത് കേരള BJP എത്രമാത്രം സഹകരിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചു. പക്ഷേ കേരള BJP സഹകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അമിത്ഷാ മോഡിയാണ് നിയമിച്ചിരിക്കുന്നത്. RSSന്റെ സമ്മതം ഏതായാലും മേടിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ രാജീവിനോട് തോൽപ്പിച്ച RSS ആണ്. അത് RSS പല സ്ഥലത്തും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. നിങ്ങൾ എടുത്തു നോക്ക്. രാജേട്ടന് കിട്ടിയിരുന്ന അതേപോലെയുള്ള ഒരു വർക്ക് പല സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏക അപവാദം ഈ തിരുവനന്തപുരം മണ്ഡലമാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അതാ പറഞ്ഞത്, തിരുവനന്തപുരം മണ്ഡലത്തിൽ കിട്ടേണ്ട വോട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റേ ധന്യച്ചൂരം ആ മേഖലയല്ലേ, നെയ്യാറ്റിൻകര, ആ മേഖലയിൽ വോട്ട് കൂടിയിട്ടുണ്ട്. വിചാരിച്ച് കിട്ടേണ്ട അത്ര കിട്ടിയിട്ടില്ല. പല സ്ഥലത്ത് ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഓപ്പോസിറ്റ് വോട്ടൊന്നും ചെയ്തിട്ടില്ല, മറിച്ച് വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു ഈ പ്രവാസികളായ RSSകാരുടെ വോട്ട് ഒരു 15,000-ന് മേളിൽ വോട്ട് ചെയ്യപ്പെടാനുണ്ട്. അവർ കൂടുതലും സാധാരണ മുസ്ലിം ലീഗൊക്കെ ആണെങ്കിൽ അവരെ ലീവ് എടുപ്പിച്ച് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കും. CPM-ഉം അങ്ങനെ ചെയ്യും. പക്ഷേ RSS എന്തോ അങ്ങനെ ഈ തരത്തിൽ പറഞ്ഞത് ഈ രാജേട്ടൻ അത് മനഃപൂർവ്വം ചെയ്യാത്തതല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. 2014 രാജേട്ടൻ മത്സരിച്ച സമയത്ത് എന്ത് പ്രവർത്തനം ഇവിടെ നടന്നത് എനിക്കറിയാം. എൻ്റെ പല സ്റ്റുഡൻസും ഒക്കെയാണ് പ്രവർത്തിച്ചത്. അവന്മാരൊക്കെ ഞാൻ ഓരോ ഡിബേറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കും, സാറേ പറഞ്ഞത് ശരിയായില്ല സാറേ, ഒന്ന് മയത്ത് പറയും സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ എല്ലാമേ അതുകൊണ്ടാണ് രാജേട്ടൻ ആ സമയത്ത് ജയിക്കേണ്ടതായിരുന്നു. അന്ന് ഓരോ വോട്ടും ചെയ്യാവുന്ന എല്ലാ വോട്ടും പോൾ ചെയ്യും. അങ്ങനെ പ്രവർത്തനം രാജീവിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഇതുകൊണ്ടാണ് ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അറിയാലോ, അത് പിന്നെ നമുക്ക് മനസ്സിലായത്. അതായത് ഈ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളൊരു പോളിസി. പക്ഷേ അതിന് ഉപദ്രവം നേരിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിങ്ങനെ കിട്ടേണ്ടപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 10,000 പ്രവാസികളുടെ വോട്ട്, ആ 10,000 പ്രവാസികളെ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടില്ല. BJP വിചാരിച്ചാൽ, RSS വിചാരിച്ചാൽ. രാജീവിൻ്റെ പൈസയുണ്ട്. രാജീവിന് ഒരു ബൈക്ക് മാത്രമേ ഉള്ളെങ്കിൽ രാജീവിന് പൈസ മൊബിലൈസ് ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന്, ഈ രാജീവിൻ്റെ പ്രവർത്തനം ഞാൻ ആദ്യ ഘട്ടം തൊട്ടേ നിരീക്ഷിക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരം ഫുൾ ടൈം ഉണ്ടായിരുന്ന, വളരെ നിർജീവമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അവസാനം എനിക്ക് BJP അമിത്ഷാ മീശ പിടിച്ചുകൊണ്ടാണ് പിന്നെ ഒന്ന് സജീവമായത്. ഭൂരിപക്ഷം നല്ലൊരു പങ്ക് തിരുവനന്തപുരം പ്രവർത്തകരെ ആറ്റിങ്ങലിലായിരുന്നു. അത് സംഭവിച്ചു. അത് ശരിയാണ്, ആറ്റിങ്ങലിലായിരുന്നു. അതായത് രാജേട്ടന് 2014 കൊടുത്ത ഇമ്പോർട്ടൻസ് അന്ന് രാജീവിന് കൊടുത്തിരുന്നെങ്കിൽ രാജീവ് ഇവിടെ ജയിക്കുമായിരുന്നു. അദ്ദേഹം വൈകിപ്പോയി. 30 ദിവസം മാത്രമേ അദ്ദേഹം 30 ദിവസം അത് പ്രശ്നമല്ല. 30 ദിവസം ഇവിടെ BJPയുടെ സിസ്റ്റം ഇല്ല ഇവിടെ. വൈകി വന്നു ശരിയാണ്. നേരത്തെ വന്നേ കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായി ചെയ്യാമായിരുന്നു. പക്ഷേ ഉള്ള സമയത്ത് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. ഫോക്കസ് മൊത്തം ആറ്റിങ്ങലിൽ പോയി. അതാണെന്ന് അറിയാതെ എനിക്കറിയില്ല. അല്ല, അതാണ് നമ്മുടെ ചോദ്യം. ആ നിസ്സഹകരണം ഇനിയും അല്ല അങ്ങോട്ട് ഞാൻ വരുന്നത്. ഇപ്പം ഇതേ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ എങ്ങനെ കൊണ്ട് തിരുവനന്തപുരത്തിന് രണ്ടാമത് പോയി, രാജേട്ടൻ ഒന്നാമത് വന്നാണല്ലോ. അതെ.
അപ്പോൾ ഇത് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. 4000 വോട്ടിന് ഒരു നിസ്സഹകരണം ഉണ്ടായിരുന്നു. അതും ഇത് എന്നോട് പറഞ്ഞത് സാധാരണ ആളുകളൊന്നല്ല, സംഘപ്രസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സൗത്തിലുള്ള. അങ്ങനെ ഞാനിത് രാജിവെക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞത് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് വന്നത്. സുരേഷ് ഗോപി ഉറപ്പിച്ചാൽ മറ്റേ ഉറപ്പിക്കേണ്ടത്. പല സ്ഥലത്ത് നമ്മളാളുകൾ വോട്ട് ചെയ്യാൻ പോയില്ല. അത് അത്രയും മനസ്സിലാക്കിയാണ്. ഞാൻ വെറുതെ ഒരു കാര്യം പറയില്ല. അത്രയും കൺവിൻസിങ് ആയിട്ട് ഞാൻ കാര്യം പറയണമെങ്കിൽ അത് വെറുതെ പറയില്ല. അപ്പം നമ്മൾ പറഞ്ഞത് രാജീവിൻ്റെ കാര്യത്തിൽ ഇനി അത്തരം നിസ്സഹകരണം പറ്റില്ല. രാജീവ് പോസ്റ്റിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് പിന്നെ അമിത്ഷാന്റെ മോഡിയുടെ സപ്പോർട്ട് ഉണ്ട്, സുരേഷ് ഗോപിയുടെ ബാക്കിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി മാത്രമല്ല രാജീവ് അനാവശ്യമായ പ്രസ്താവന നടത്തി പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഏഷ്യാനെറ്റ് ചർച്ച രാജീവ് ഒന്നായിരുന്നില്ല, വേറെ വിഷയമായിരുന്നു. അതാണ് രാജീവ്. അപ്പൊ അതുകൊണ്ട് രാജീവിന് വലിയൊരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. രാജീവ് വിജയിക്കുമെന്ന് എനിക്കുന്നു. രാജീവ് തോറ്റ ചരിത്രമല്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു നിസ്സഹകരണം ഉള്ളതുകൊണ്ട് തോറ്റുപോയതാണ്. രാജീവിന്റെ ഒരു കരിയറിൽ നിങ്ങൾ തോറ്റ ചരിത്രമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.